എല്ലാവർക്കും നമസ്തേ. ഇന്ന് മലബാർ സ്റ്റൈലിലുള്ള ഒരു ട്രഡീഷണൽ കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വളരെ ടേസ്റ്റിയായ ഈ ഒരു കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഒരു 1/4 കിലോ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്. ഇതിലെ വെള്ളം മാറ്റി മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 3 കപ്പ് തേങ്ങാപ്പാലാണ്. ജാറിലേക്ക് അരി അരയ്ക്കാൻ ആവശ്യമായ പാല് മാത്രം ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒട്ടും തന്നെ തരിയില്ലാതെ നമുക്ക് അരച്ചെടുക്കണം. ഇതുപോലെ നന്നായി അരച്ച ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. ഇനി മിക്സിയുടെ ഡ്രൈ ജാറിലേക്ക് ഒരു 7 ഏലക്കായും ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം. ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇതും കൂടി നമുക്കിനി നമ്മുടെ വെറ്റ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് ബ്ലെൻഡാക്കി എടുക്കാം. ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ചേർത്ത് വേണം അരയ്ക്കാനായിട്ട്. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു സീവിൽ കൂടി നമുക്കൊന്ന് അരിച്ചെടുക്കാം. തരിയുള്ളതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം. ഒരു നൈസായിട്ടുള്ള തുണിയിൽ കൂടി അരിച്ചെടുത്താൽ വളരെ നന്നായിരിക്കും. അതല്ലെങ്കിൽ ചെറിയ കിഴുത്തയുള്ള അരിപ്പയിൽ കൂടി അരിച്ചെടുക്കണം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒട്ടും തരിയില്ലാതെ തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന തേങ്ങാപ്പാലും കൂടി ചേർത്ത് ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. ഒരു പാലിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു പരുവമായിരിക്കണം ഇതിൻ്റെ ബാറ്റർ. ഇതിനി നമുക്ക് അടച്ച് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. കിണ്ണത്തപ്പത്തിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഒരു 1 ഇഞ്ചിൽ കൂടുതലാകാൻ പാടില്ല. നമ്മൾ വട്ടയപ്പം പോലെയൊന്നും തിക്നെസ്സിലല്ല ഈ കിണ്ണത്തപ്പം നമ്മൾ തയ്യാറാക്കുന്നത്. അധികം കുഴിവില്ലാത്ത ഒരു പ്ലേറ്റിലേക്ക് ഗീ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി ഒരു സ്റ്റീമറിലേക്ക് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കാം. ആവി നന്നായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇത് പൊങ്ങിയൊന്നും വരാത്ത ബാറ്ററാണ്, അതുകൊണ്ട് തന്നെ മാവ് ഏതാണ്ട് നിറച്ചൊഴിച്ചു കൊടുക്കാം. ഗ്രീസ് ചെയ്ത ഒരു വലിയ പ്ലേറ്റ് ഇതിൻ്റെ പുറത്തായിട്ട് വെച്ച് അതിൽ നമുക്ക് ബാറ്റർ ഫില്ല് ചെയ്യാം. ആവി വെള്ളം വീണ് ബാറ്റർ നനയാതിരിക്കാനായിട്ട് നമുക്കൊരു ഫോയിൽ പേപ്പർ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത ശേഷം സ്റ്റീമർ അടച്ച് 25 മുതൽ 30 മിനിറ്റ് വരെ എടുക്കും ഇതൊന്ന് കുക്കായി വരാനായിട്ട്. വെയിറ്റ് ചെയ്യാം നമുക്ക്. നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ഒരു നുള്ള് ജീരകം വേണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റും കൂടി ഒന്ന് അടച്ചു വെക്കാം. പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയ ശേഷം ചൂടേറിയതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. തണുത്തിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ വിട്ടുവരും. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് ഞാൻ എടുത്തൊന്ന് കാണിക്കാം. എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിയ കിണ്ണത്തപ്പം. ഇതുപോലെ ഒരു സോഫ്റ്റ്നെസ്സാണ് ഈ കിണ്ണത്തപ്പത്തിന് എപ്പോഴും. ആ ഒരു തിക്നെസ്സും കുറവല്ലേ ഇതിന്, അതുകൊണ്ട് ഇങ്ങനെ ഒരു ജിഗ്ലി ആയിട്ട് തന്നെ ഇരിക്കും നമ്മുടെ കിണ്ണത്തപ്പം. ഇത് നമുക്ക് കട്ട് ചെയ്യാം. എത്ര സോഫ്റ്റ് ആണെന്ന് നോക്കിക്കേ. സ്ക്വയർ പ്ലേറ്റിലൊക്കെ ആണെങ്കിൽ എല്ലാ പീസസും നമുക്ക് ഒരുപോലെ സ്ക്വയറായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള കിണ്ണത്തപ്പമാണിത്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു രീതിയിൽ കിണ്ണത്തപ്പം തയ്യാറാക്കി നോക്കണം. കിണ്ണത്തപ്പം തന്നെ പല സ്ഥലത്തും പല രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഇത് നല്ലൊരു മലബാർ സ്റ്റൈലിലുള്ള കിണ്ണത്തപ്പമാണ്, മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളത്. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അമ്മയുടെ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഒപ്പം തന്നെ കറിവിത്തമ്മ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പെട്ടെന്ന് തന്നെ ഞാനും അമ്മയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പിയുമായി വരും. അതുവരേക്കും നന്ദി. ഗുഡ് ബൈ.